വകുപ്പുകളെക്കുറിച്ച് നമ്മളിപ്പം വെറുതെ ഊഹാപോഹങ്ങളിലേക്ക് കടക്കുന്നതിൽ കാര്യമില്ല. അതൊക്കെ കാരണം ഊഹാപോഹങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ധാരാളം ഊഹാപോഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രചരണം നടത്തിയിരുന്നു. നിങ്ങൾ ആരുടെയും സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു തീരുമാനമാണ് ഇന്ന് മന്ത്രിസഭാ രൂപീകരണത്തിലുണ്ടായിരിക്കുന്നത്. അതേപോലെ കേരളത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും വകുപ്പുകളുടെ കാര്യത്തിലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ശുഭാപ്തി വിശ്വാസം. തിരുവനന്തപുരം കേന്ദ്രീകരിക്കുന്നു പറയുമ്പോൾ തിരുവനന്തപുരം മണ്ഡലം കേന്ദ്രീകരിക്കുകയാണല്ലോ ആറ്റിങ്ങൽ. തിരുവനന്തപുരം ജില്ല, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറയാൻ കാരണം വെച്ചാൽ ഞാൻ ആറ്റിങ്ങൽ മണ്ഡലമാണ്. അതുകൊണ്ട് അണ്ടൂർ കോണത്തിൻ്റെ റോഡിൻ്റെ ഇപ്പുറത്തുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യമൊക്കെ നോക്കും, റോഡിൻ്റെ ഇപ്പുറത്തുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കില്ല എന്നുള്ള സമീപനം എനിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖരന്റെ ട്വിറ്റർ പേജിൽ നിന്ന് മോദി കാ പരിവാർ ഒഴിവാക്കി, ഒപ്പം തന്നെ ആദ്യം വന്നൊരു പോസ്റ്റ് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായിരുന്നു. പിന്നീട് വീണ്ടും പോസ്റ്റ് ഇട്ടു. അതിൽ പറയുന്ന കാര്യം ഇല്ല, അതെന്റെ ഇന്ത്യൻ ആയിട്ടുള്ള ആൾ ഇട്ട പോസ്റ്റാണെന്നൊക്കെ പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അത് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല അത് ആ പോസ്റ്റ്. അത് അദ്ദേഹത്തെ പോസ്റ്റിനെ കുറിച്ച് എന്നോട് ചോദിക്കാൻ പാടില്ല. എനിക്കൊരു അതൃപ്തി തോന്നിയിട്ടില്ല. അത് ഞങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ തിരുവനന്തപുരത്ത് റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. മന്ത്രിസഭാ യോഗത്തിലും അതിനുശേഷം രാഷ്ട്രപതി നൽകിയ വിരുന്നിലുമൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പങ്കെടുത്തത്. ഞങ്ങൾ ധാരാളം സംസാരിച്ചു, അടുത്തടുത്തിരുന്നിട്ടാണ്. അങ്ങനെയുള്ള ഇതൊന്നും, അതായത് ഈ മികച്ച പ്രകടനം എന്നൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ. കാരണം എന്ന് വെച്ചാൽ അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ജയത്തിന് വളരെ അടുത്ത് വരെ എത്തി. ഇത്തവണ ജയിച്ചില്ല. അപ്പോൾ എന്താ, സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചോളം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് തുടരുക. അത് നേരത്തെയും ഈ തെരഞ്ഞെടുപ്പിന് മുൻപും ഞാൻ അതാണ് ചെയ്തിരുന്നത്, തെരഞ്ഞെടുപ്പിന് ശേഷവും അത് തന്നെ ചെയ്യും. ഇത്രയേ ഉള്ളൂ. കാണാം, അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല. തിരുവനന്തപുരം ജില്ലയുണ്ടല്ലോ, ആ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം ജില്ല വലിയ സന്തോഷം നൽകുന്നുണ്ടല്ലേ. തീർച്ചയായിട്ടും. തിരുവനന്തപുരം ജില്ല, കാരണം ഇത്രയും കാലം മാധ്യമങ്ങളെല്ലാവരും തിരുവനന്തപുരമാണ് ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമേ BJPക്ക് സാധ്യതയുള്ളൂ എന്ന് കരുതിയിരുന്നത്. ഇപ്പോൾ സാഹചര്യം മാറി. തിരുവനന്തപുരം പോലെ തന്നെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും അംഗീകരിക്കുന്നു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും 2 അസംബ്ലി മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഒരു വലിയ നേട്ടമാണ് തീർച്ചയായിട്ടും. മിനിസ്റ്റർ, എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ വിധത്തിലുള്ള ആളുകളും മന്ത്രിസഭയിൽ ഉണ്ടാകുമ്പോൾ ഒരൊറ്റ മുസ്ലിം പോലും ഇല്ല എന്ന തരത്തിൽ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകർ അടക്കം ചില പോസ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമല്ല. അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാകേണ്ടതല്ലേ? അതായത് നരേന്ദ്രമോദി സർക്കാർ എല്ലായ്പ്പോഴും ചെയ്യുന്നത് എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക. സബ്കാ സാത്ത് സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്. ഹജ്ജ് കോട്ടയുടെ കാര്യത്തിൽ, ഹജ്ജിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുടെ കാര്യത്തിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹജ്ജ്. ഈ സർക്കാർ ചെയ്ത അത്രയും കാര്യങ്ങൾ ഇതിനു മുൻപുള്ള ഒരു സർക്കാരും ചെയ്തിട്ടില്ല. ഈ വർഷം ഹജ്ജിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ന്യൂനപക്ഷ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീമതി സ്മൃതി ഇറാനിയും വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന സഹമന്ത്രി എന്നുള്ള നിലയിൽ ഞങ്ങൾ സൗദി അറേബ്യയിൽ ജിദ്ദയിൽ സന്ദർശനം നടത്തി, മദീനയിൽ സന്ദർശനം നടത്തി. അവിടുത്തെ ഹജ്ജ് തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമ്മേളനത്തിലടക്കം സംബന്ധിച്ചു. ഹജ്ജിൻ്റെ കോട്ട ഏതാണ്ട് ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ സംഖ്യയാണ് നമ്മുടേത്. നമ്മളത് ഇനിയും വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വി മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് വി മുരളീധരൻ പറയുന്നത്.